എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സാമ്പാർ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പം ഈസി ആയിട്ടൊരു സാമ്പാറാണ്. നമ്മുടെ വീട്ടിലെ മുറ്റത്ത് തന്നെ പച്ചക്കറികളും ഉണ്ട്. നമുക്കൊരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ നമുക്കുണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വെള്ളരിക്ക കിട്ടിയിട്ടുണ്ട്, പിന്നെ പയർ കിട്ടിയിട്ടുണ്ട്, തക്കാളി കിട്ടിയിട്ടുണ്ട്, പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മളൊരു ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പരിപ്പ് ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് നമുക്ക് കുതിർത്തിട്ട് ശേഷം ഞാനത് കുക്കറിലൊന്ന് വെച്ച് ഒരു 2 വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പച്ചക്കറി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സാമ്പാറിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ സാമ്പാറിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പുറത്തുനിന്ന് നമ്മൾ കുറേയൊക്കെ വിഷമൊക്കെ മേടിച്ച് കറി വെച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഫ്രഷ് പച്ചക്കറി, അത് നമ്മുടെ തോട്ടത്തിലുണ്ടായ പച്ചക്കറിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കൂടുതലും പയറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പയർ മെഴുക്ക് പുരട്ടാനുള്ള ഒരു പയറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സാമ്പാറിനകത്ത് ഇടുവാണേ. പിന്നെ നമ്മുടെ വെള്ളരിയൊക്കെ ഒരു ഷേപ്പൊക്കെ മാറി ചെറിയ വെള്ളരിയാണ്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ, അല്ലാതെ നമ്മൾ കുറേ വളമൊന്നും ഇട്ടുണ്ടാക്കിയൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ പോരായ്മയൊക്കെ നമ്മുടെ വെള്ളരിയിലുണ്ട്. അപ്പം ആ വെള്ളരിയും കുറച്ച് കിഴങ്ങും തക്കാളിയും പച്ചമുളകും പിന്നെ 2-3 വെണ്ടയ്ക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ വെണ്ടയൊക്കെ നമ്മൾ കൊച്ചിലെ തന്നെ, അതായത് കിളിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ മൂത്ത് പോകും കേട്ടോ. അപ്പോൾ എൻ്റെ വെണ്ട കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ പച്ചക്കറിയിൽ നിന്നൊക്കെ വിളവെടുക്കുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ പ്രാവശ്യം എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ 2ാമത്തെ പ്രാവശ്യമാണ്. നമ്മുടെ തക്കാളി ഒരുപാട് അങ്ങ് പഴുത്തിട്ടില്ല, എന്നാലും വലിയ കളറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ തക്കാളിക്ക്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ കടയിൽ നിന്ന് കഴിക്കുന്ന തക്കാളി പോരൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കിളിച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഓരോന്നൊക്കെ ഇട്ടിട്ടല്ലേ, ഓരോ വിഷമൊക്കെ തളിച്ചിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഇത് വെള്ളരിയാണ് കേട്ടോ. വെള്ളരി കണ്ടാൽ കിഴങ്ങ് പോലൊക്കെ ഇരിക്കും, കാരണം ചെറിയ വെള്ളരിയായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. ഇത് നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളക് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പയറും ഒത്തിരി അങ്ങ് വലുതായി കഴിഞ്ഞ് മൂത്ത് പോകും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പയറായിട്ട് തന്നെ കിട്ടും. നമ്മുടെ പയറിന് ഇച്ചിരി മൂപ്പുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് 2 വിസിലടിച്ച് കഴിഞ്ഞു. അത് നമുക്ക് അതിനകത്തോട്ട് എടുത്ത് ഈ പച്ചക്കറി എല്ലാം ഇട്ട് കൊടുത്ത് 1 വിസിലടിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കട്ട് ചെയ്ത പച്ചക്കറി എല്ലാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. പരിപ്പ് വേവിക്കാനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്ക് പരിപ്പ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം എല്ലാം അങ്ങ് വറ്റിപ്പോത്തില്ലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ ഈ പച്ചക്കറി എല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ കുക്കറിൽ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി പച്ചക്കറി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി വേവിക്കാൻ വയ്ക്കാം. 1-2 വിസിലടിച്ചാൽ മതി. ഒരു 2 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ലേശം കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ലേശം ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാറിന് പൊടിക്കകത്ത് നമ്മുടെ കായപ്പൊടി ഓൾറെഡി കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. കാരണം പുളിവെള്ളം ചേർക്കുമ്പോഴത്തേക്കും
നമ്മുടെ സാമ്പാറിന് തക്കാളി ചേർക്കോ, എന്നാലും പുളിവെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ പുളിയുള്ളതായിട്ട് തോന്നും. നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, പിഴിപുളി. അപ്പോൾ പിഴിപുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ല കേട്ടോ, ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചാണ് ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ കടുക് വറുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേ തിള വന്ന് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക കേട്ടോ. അധികം പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കായപ്പൊടിയോ ലേശം ഉലുവപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി ഇറക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു മാങ്ങാച്ചാറിന്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങാച്ചാർ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ മാങ്ങാച്ചാറും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കൂടെ ഇട്ട് ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡിയാവും. നല്ല കുറുകുറായിരിക്കുന്ന സാമ്പാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന പച്ചക്കറികളോ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചക്കറി ആയിരിക്കും കേട്ടില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലുമൊക്കെ വരട്ടി പിടിപ്പിച്ചാൽ ഇങ്ങനെ കുറച്ച് നല്ല സാമ്പാറൊക്കെ ഉണ്ടാക്കി നല്ല ഗുണമുള്ള പച്ചക്കറിയൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലും. അത് നല്ല ഗുണവുമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും കുറച്ച് പച്ചക്കറിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. നല്ല സാമ്പാറോ മെഴുക്കുവരട്ടിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.